നമസ്കാരം. പബ്ലിക് ഓഡിറ്റിലേക്ക് സ്വാഗതം. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിൻ്റെ ഭരണരംഗത്ത് ഓരോ വകുപ്പും എത്രമാത്രം മികവോടെ ഏതൊക്കെ തലത്തിൽ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ചുള്ളൊരു വിലയിരുത്തലാണ് പബ്ലിക് ഓഡിറ്റിൽ നടന്നു വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം, സാമൂഹ്യനീതി, ഈ രണ്ട് മേഖലകളിലും കഴിഞ്ഞ 5 വർഷക്കാലം വളരെ ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വലിയ പരിഷ്കാരത്തിൻ്റെ നിരവധി സുപ്രധാന ചുവടുകൾ കടന്നു മുന്നോട്ട് പോയൊരു കാലം. പക്ഷേ അപ്പോഴും പല വിവാദങ്ങൾ കൊണ്ട് അതിനെ തളർത്താനുള്ള ശ്രമവും ഏറെ ഉണ്ടായി എന്നുള്ളത് നമ്മുടെ ഒരു അനുഭവമാണ്. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു 5 വർഷക്കാലത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുമാണ് പബ്ലിക് ഓഡിറ്റിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സാമൂഹ്യനീതിയുടെയും മന്ത്രിയായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു പബ്ലിക് ഓഡിറ്റിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾക്കൊപ്പം ഈ വിലയിരുത്തലുകൾ അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പാനലിസ്റ്റുകളും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് എന്നതുകൂടിയുണ്ട്. പ്രൊഫസർ MS രാജശ്രീ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ മുൻ മേധാവി, അതുപോലെ തന്നെ കേരള സാങ്കേതിക സർവകലാശാലയുടെ മുൻ മേധാവി. ശ്രീ C ചന്ദ്രബാബു ഉണ്ട്, മുൻ നിപ്പറിൻ്റെ മുൻ ED ആണ്. അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തകയും സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറുമായിട്ടുള്ള AG ഒലീന നമ്മൾക്കൊപ്പം ചേരുന്നു. അപ്പോൾ അധ്യാപകരും വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മികവുകളെയും അതിൻ്റെ ഓരോ കാര്യങ്ങളെയും സൂക്ഷ്മതയോടെ നോക്കാൻ കഴിയുന്ന പാനലിസ്റ്റുകൾ, മന്ത്രി നമ്മൾക്കൊപ്പം ചേരുന്നു. അങ്ങനെ 5 വർഷക്കാലമാണ് അങ്ങയുടെ പാർട്ടിയും മുന്നണിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കൂ, സാമൂഹ്യനീതി മികവോടെ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന നിലയിൽ മിനിസ്റ്ററെ ഈ ചുമതല ഏൽപ്പിച്ചത്. ജനങ്ങൾക്ക് മുമ്പിൽ എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സർക്കാർ. അതായത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ഏതൊക്കെ കാര്യങ്ങൾ പൂർത്തിയാക്കി, ഇന്ന് എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് വരും. അത് വളരെ ശ്രദ്ധേയമായൊരു പരിപാടിയായിരുന്നു. മിനിസ്റ്ററുടെയും വകുപ്പിൻ്റെയും പ്രോഗ്രസ് റിപ്പോർട്ട് എത്രമാത്രം മെച്ചപ്പെട്ടതാണ്? ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് വലിയ പരിഗണന കൊടുത്തിരുന്നത്. അതിൻ്റെ സ്വാഭാവിക തുടർച്ചയെന്നോണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ മുൻഗണനാ മേഖലയായിട്ട് സ്വീകരിച്ച ഒന്നാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. അതുമാത്രമല്ല, നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു പുത്തൻ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതും ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത്തരത്തിലൊരു വൈജ്ഞാനിക സമൂഹം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അതിനെ ശാക്തീകരിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെയാണ് എന്ന വളരെ കൃത്യമായ കാഴ്ചപ്പാടോട് കൂടിയാണ് ആ മേഖലയ്ക്ക് സവിശേഷമായ പ്രാധാന്യം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നൽകിയത്. ആദ്യ 4 വർഷക്കാലം കൊണ്ട് തന്നെ 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ വിന്യസിച്ചത്. ഭൗതിക സാഹചര്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഗണ്യമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചും റൂസ ഫണ്ട് ഉപയോഗിച്ചും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികൾ ഉപയോഗിച്ചും ഒക്കെ തന്നെ വളരെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഒരുക്കാൻ സാധിച്ചു. വളരെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകൾ ഇതിൽ എടുത്തു പറയേണ്ടുന്നവയാണ്. കേരള സർവകലാശാലയിലും MG യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും എല്ലാമുള്ള ലാബ് കോംപ്ലക്സുകൾ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടിയ അക്കാദമിക് ബ്ലോക്കുകൾ, സൗകര്യപ്രദമായ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ, ഇതെല്ലാം തന്നെ വിവിധ കലാലയങ്ങളിൽ ഉയർന്നു വന്നു. മോഡേണൈസ്ഡായ ലൈബ്രറികൾ കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ യുഗപരിവർത്തനത്തിന് തന്നെ നേതൃത്വം കൊടുക്കാവുന്ന വിധത്തിലുള്ള മാറ്റം സൃഷ്ടിക്കാനും നമുക്ക് സാധിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമഗ്രമായ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തയ്യാറാക്കുന്നത്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ഗ്യാപ്പ് നികത്തി അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന കേരളത്തിൻ്റെ ഒരു പ്രശ്നം അതിനെ അഭിസംബോധന ചെയ്യാവുന്ന വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നത്. അപ്പോൾ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് എന്ന് പറയുമ്പോൾ പ്രധാനമായും അത് സ്കിൽ ഗ്യാപ്പാണ് എന്ന് കണ്ടുകൊണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള വിശാലമായ പ്ലാറ്റ്ഫോമുകളാണ് ഉണ്ടാക്കിയത്. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് സെൽസ് സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ കുട്ടികളുടെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയ പരിശ്രമം ഈ ഘട്ടത്തിൽ നടന്നു. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ഒരു ഉദാഹരണമാണ്. 5 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്. മെൻറ്ററിങ്ങും ഗൈഡൻസും എല്ലാം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള ഏജൻസികളിലൂടെ നൽകുന്നുണ്ട്. ഏൺ വൈൽ യു ലേൺ എന്നുള്ള സമീപനത്തോടെ പഠനത്തോടൊപ്പം തന്നെ അല്പം
തൊഴിൽ പരിചയം കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു തുടക്കമായിരുന്നല്ലോ. അതെ, അപ്പോൾ കരിക്കുലത്തിനെ ആധാരമാക്കി വളരെ വിജയകരമായി 4 ഇയർ UG പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയും അത് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. തുടർഭരണം അത് തന്നെ ജനാധിപത്യത്തിലെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പുത്തൻ അനുഭവമായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു വനിതാ രാഷ്ട്രീയ നേതാവിനെയാണ് ഏൽപ്പിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാകട്ടെ സാമൂഹ്യ നീതിയാകട്ടെ. അപ്പോൾ എല്ലാവരുടെയും ഒരു ആകാംക്ഷ ഉണ്ടാകുന്നൊരു കാര്യം, ഈ വകുപ്പുകൾ ഏറ്റെടുക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിലും പ്രത്യേകിച്ച് അത് ആ നിലയിൽ കൂടിയും തോന്നിയ ഒരു അനുഭവം തന്നെ, ഈ വകുപ്പുകൾ കൈയാളുക അല്ലെങ്കിൽ ഈ വകുപ്പുകൾ ആ ചുമതല എടുക്കൂ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഉണ്ടായിരുന്നൊരു ഫീൽ എന്തായിരുന്നു, ഒരു ആലോചന എന്തായിരുന്നു? ഒരു വലിയ ഗുണാത്മകമായ വശം ഇതിനുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ നീതിയിലും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ യുവതലമുറയെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വലിയ സ്കോപ്പ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഈ 5 വർഷക്കാലം നല്ല നിലയിൽ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒട്ടേറെ പദ്ധതികൾ NSS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ഈ സമൂഹത്തിലെ സങ്കടങ്ങളും നിവൃത്തികേടുകളും അനുഭവിക്കുന്ന മനുഷ്യരായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പദ്ധതികൾക്ക്, സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതികൾക്ക് NSS, NCC തുടങ്ങിയ സംഘടനകളുടെ പിന്തുണ ലഭിച്ചു. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ കൂടെ സഹായത്തോടെ അവ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്ന നിലയുണ്ടായി. നല്ല രീതിയിലുള്ള സംയോജനം ഈ 2 മേഖലകൾ തമ്മിൽ നടന്നു എന്നുള്ളത് അഭിമാനകരമായൊരു കാര്യമാണ് എന്ന് കരുതുന്നു. മിനിസ്റ്റർ ആമുഖമായി പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പാനലിസ്റ്റുകളിലേക്ക് കൂടി നമുക്കൊന്നും പോയാൽ, ശ്രീമതി രാജശ്രീ, ഈ കാലയളവിൽ വളരെ ക്രിയാത്മകമായി ഈ മാറ്റത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച വ്യക്തികളിൽ ഒരാളാണ്. പ്രത്യേകിച്ച് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായും ഒക്കെ പ്രവർത്തിച്ച ഒരു അനുഭവം. ഇപ്പോൾ ആളുകൾ പറയുന്നൊരു കാര്യം, ഒരു കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കോളേജുകളുടെ ഒരു വരവോടുകൂടി എഞ്ചിനീയറിംഗ് കോളേജുകൾ വ്യാപകമായി വന്നു. പിന്നീട് ഇതിൻ്റെ ഗുണനിലവാര തകർച്ചയുണ്ടായി. പക്ഷേ കണക്കുകൾ നോക്കിയാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സമീപത്തേക്ക് എത്തുമ്പോൾ ആ കുട്ടികളുടെ ഡ്രോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒഴിവിൽ നിന്നൊക്കെ മാറി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ നമ്പർ കൂടുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക്, അതെന്ന് വെച്ചാൽ ഗുണനിലവാരത്തെ കുറേ കൂടി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സൂചകമായി ഇങ്ങനെ കേൾക്കാനിടയായി. എങ്ങനെയുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം? ആ നിലയിൽ, ഉദ്ദേശിച്ച നിലയിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടോ, അതോ അതിനിയും കൂടുതൽ വേഗത കൈവരേണ്ടതുണ്ടോ? ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ മുഖ്യ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ പ്രധാനമായും ഭൗതിക സാഹചര്യങ്ങളാണ്. ഭൗതിക സാഹചര്യങ്ങൾ ലബോറട്ടറികളായാലും ഹോസ്റ്റലുകളായാലും ഇവയെല്ലാം തന്നെ വളരെ രീതിയിൽ, അക്കാഡമിക് ബിൽഡിങ്ങുകളായാലും വളരെ രീതിയിൽ മികച്ചതാക്കി പല പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്ഥാപിക്കാനായി സാധിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത്തേത്. അതിനുശേഷം നമ്മൾ കരിക്കുലത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. കരിക്കുലം എത്രത്തോളം ചേഞ്ചസിനോട് റെസ്പോണ്ട് ചെയ്യാൻ പര്യാപ്തമാണ് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അതിലും ഈ ചേഞ്ചസ് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഇതിലുപരി വിദ്യാർത്ഥികളെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വ്യക്തികളാക്കി ഉയർത്തുക കൂടിയാണ് വിദ്യാഭ്യാസ സമ്പ്രദായം ചെയ്യുന്നത്. അത്തരം ഔട്ട്കമ്മുകളെ ലക്ഷ്യമാക്കിയുള്ള പഠന പദ്ധതി ചിട്ടപ്പെടുത്തുമ്പോൾ തന്നെ ഓരോ ഔട്ട്കമ്മിലേക്കും എത്തിക്കാൻ എന്തൊക്കെ ആണ് നമ്മൾ ഈ കരിക്കുലത്തിനകത്ത് ആ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത്, പ്രോജക്റ്റുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിലെന്തൊക്കെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ചിട്ടപ്പെടുത്തുകയാണ് അധ്യാപകരും സർവകലാശാലകളും ചേർന്ന് ചെയ്യുന്നത്. ഇതിലെല്ലാം വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ട് അതിനോടൊപ്പം തന്നെ ദേശീയ അന്തർദേശീയ നിലവാരങ്ങളുമായി കിടപിടിക്കാനും ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം കൂടി വളരെയധികം നല്ല സമ്പ്രദായങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒല്ലിന ടീച്ചർ, ഇതിനിടയിൽ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പക്ഷേ ഉന്നത വിദ്യാഭ്യാസം ഇങ്ങനെ ശ്രദ്ധയോടെ പോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഇകഴ്ത്തി കാട്ടാനും ഏറ്റവും അധികം ശ്രമം നടന്നത് നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നല്ലോ. ഈ രീതിയിലുള്ളൊരു പ്രചാരണത്തെയും അതിജീവിച്ചൊരു ഉന്നത വിദ്യാഭ്യാസ മേഖലയാണോ ഈ കാലത്ത് കണ്ടത്? കുറേ നാളായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഈ കഴിഞ്ഞ കാലയളവിലെ നമ്മുടെ ഒരു ഭരണപരം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും മാറി നിന്നുകൊണ്ടും നോക്കിക്കാണുമ്പോൾ ഉണ്ടായ മാറ്റത്തെ നിസ്സാരമായി കാണരുതെന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം പ്രാപ്യത, തുല്യത, ഗുണമേന്മയായിരുന്നു. പ്രാപ്യത, തുല്യത എന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറെക്കുറെ കൈവരിച്ചു കഴിഞ്ഞു.
നമുക്ക് ഗുണമേന്മ എന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ വിവാദങ്ങളെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ വിവാദങ്ങളെയൊക്കെ നമ്മൾ കാണുമ്പോൾ കേരളം അതിനെ ഏറ്റെടുക്കുന്നത് ഗുണമേന്മ സാമൂഹ്യനീതിക്ക് വിരുദ്ധമല്ല എന്ന് തെളിയിച്ചു കൊടുത്തൊരു കാലയളവാണ് ഇപ്പോൾ നടന്നു പോകുന്നതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്, ഞാനതിനെ കാണുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഗുണമേന്മയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പരീക്ഷാ സമ്പ്രദായമാണ്, ഒരു തർക്കവും വേണ്ട. പരീക്ഷാ സമ്പ്രദായം ഇത്ര ഭംഗിയായിട്ട് ഇത്ര ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഒരു കാലയളവ് വേറെ ഉണ്ടോ നമുക്ക്? എക്സാം കലണ്ടർ നന്നായി തീർച്ചയായിട്ടും ഈ അക്കാദമിക രംഗത്തെ സർവകലാശാലകളുടെയും കോളേജുകളിലെയും നേരത്തെ സൂചിപ്പിച്ച കരിക്കുലം പരിഷ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരാളെന്ന നിലയിൽ കേരളത്തിലെ പരീക്ഷകൾ ഇത്ര ഭംഗിയായിട്ട് നടന്നു പോകുന്നു എന്നുള്ളതാണ്. കുട്ടികൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് ഇതാണ്. മറ്റൊന്ന്, ജെൻഡർ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷമായിട്ട് ഞങ്ങളടക്കം ഉന്നയിക്കുന്ന ഒരുപാട് ആവശ്യങ്ങൾക്ക് അതിൻ്റെ ഫലം കണ്ടൊരു കാലമാണ്. സമഭാവനയുടെ സത്കലാശാലകൾ എന്നത് എല്ലാ കാലവും കേരളത്തിലെ സ്ത്രീകൾ, വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന സ്ത്രീകൾ, മനുഷ്യർ ഈ ചരിത്രപരമായ ഈ ഒരു ചുവടുവയ്പ്പിനെ ഇപ്പോഴല്ല വിലയിരുത്തുക എന്ന് ഞാൻ കരുതുന്നു. ഗവേഷകർ പഠിതാക്കളൊക്കെ പക്ഷേ ഇപ്പോൾ ഒരു വിലയിരുത്തലിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. നിശ്ചയമായിട്ട് വിലയിരുത്തട്ടെ. അതെ, ഇപ്പോൾ ഒരു പലസ്തീൻ വിദ്യാർത്ഥി നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് മിനിസ്റ്റർ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് വരാം. Hi everyone, I'm Muhammad. I'm from Palestine. I'm doing PhD at University of Kerala. I want to tell about why the people choose Kerala. The first one for me, the Kerala, because the rate average and the Kerala education is very high. And we want to speak about the people, the professor, the teacher, everyone here is very good. When I came here, all the welcome me, and I want to tell everyone he want to complete his education to join at Kerala University, especially in Kerala. It's very, very nice. People is very good. And I want to tell thank you very much for everyone. Thank you for Kerala University. Thank you, Kerala. മിനിസ്റ്റർ, വിദേശ അതെ, വിദ്യാർത്ഥികളുടെ പലസ്തീൻ സ്റ്റുഡൻ്റാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റും എന്നുള്ളത്. ഈ കുട്ടികളിങ്ങനെ സംസാരിക്കുമ്പോൾ അവരവരുടെ അനുഭവം പറയുമ്പോൾ സത്യത്തിൽ ഒരു വലിയൊരു പ്രചോദനം, ആത്മവിശ്വാസം നമുക്ക് കൂടുന്നു. മിനിസ്റ്റർക്ക് പേഴ്സണലി ഒരു വലിയ സന്തോഷം തരുന്നു എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായും. ഈ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സവിശേഷതകളിൽ നിന്നുകൊണ്ടാണ് തയ്യാറാക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അങ്ങേയറ്റം വിദ്യാർത്ഥി കേന്ദ്രിതമാണ് എന്നുള്ളതാണ്. പ്രയോഗാധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് നമ്മളത് നടപ്പാക്കുന്നത്. അതിൽ വിദ്യാർത്ഥിക്കാണ് കൂടുതൽ പ്രാധാന്യം. അവരുടെ കഴിവുകൾ തടസ്സം കൂടാതെ വികസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അങ്ങേയറ്റം ഫ്ലെക്സിബിലിറ്റിയും സ്വാതന്ത്ര്യവും ഒക്കെ കൊടുക്കുന്ന പ്രൊവിഷൻസാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല എൻജോയ് ചെയ്ത് പഠിക്കാൻ തയ്യാറാകുന്നു. അവർ പുത്തൻ അറിവുകളുടെ സൃഷ്ടാക്കളായി മാറുന്നു. ഒട്ടേറെ നൂതന ആശയങ്ങളും ഗവേഷണ ഫലങ്ങളുമെല്ലാം നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് ഉയർന്നു വരികയാണ്. അതൊക്കെ തന്നെ പ്രദർശിപ്പിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ, പല പ്രദർശനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു. അപ്പോൾ അതൊക്കെ ഒരു വിജ്ഞാന സമൂഹം എന്ന നിലയിലുള്ള കേരളത്തിൻ്റെ വളർച്ചയുടെ സാക്ഷ്യപത്രങ്ങളാണ് ഇതൊക്കെ. ഒരു വിവാദത്തിനും മറച്ചു പിടിക്കാനാകാത്ത നിലയിൽ അവ അങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് എന്ന്. നുണകൾ കൊണ്ട് കൊട്ടാരം കെട്ടി അതൊന്നും കഴിയില്ല. നമ്മൾ ഈ ഇതിൻ്റെ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ വളരെ ആഹ്ലാദത്തിലാണ്. അവർ എൻജോയ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഈ കാലയളവിലെ ഈ 4 വർഷം ഡിഗ്രി എന്ന് പറയുന്ന ഒരു വലിയ മാറ്റത്തിലേക്ക് കേരളം പോയ ഒരു അനുഭവം തന്നെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ സാമൂഹ്യനീതി വകുപ്പും അല്ലെങ്കിൽ ആ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തുന്ന ഒരു ഘട്ടത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ശ്രീ ചന്ദ്രബാബു, ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അങ്ങനെ ഒരു മാറ്റം വരുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു വകുപ്പ് ഉണ്ടാകുന്നു, മന്ത്രി ഉണ്ടാകുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ഡോക്ടർ ആർ ബിന്ദു മിനിസ്റ്റർ ആകുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണപരമായൊരു വളർച്ച എന്നുള്ളത് കേരളം വിലയിരുത്തപ്പെടുന്നുണ്ടോ? അത് ആ നിലയിൽ അനുഭവപ്പെടുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിന്? എന്താണ് തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഈ മാറ്റം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഉൾപ്പെടെയുള്ള മാറ്റം ഈ കുട്ടികളെ കൂടുതൽ ഈ പ്രവൃത്തിന്മുഖതയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം, ഈ ആ രീതിയിൽ
വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അവരുടെ സ്കിൽ എൻഹാൻസ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ കുട്ടികളുടെ ഒരു സാമൂഹ്യ ബോധം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ, സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് കാര്യത്തിൽ, അല്ലാതെ അവരിങ്ങനെ ഈ പുസ്തകപ്പുഴുക്കളായി പഠിച്ചത് എഴുതി ജയിച്ചു പോകുന്നതിനപ്പുറം ഒരു പ്രായോഗികതയിലേക്ക് എത്തിക്കുന്നതിൽ ഒരു വലിയ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ എഞ്ചിനീയറിംഗ് സാറ്റലൈറ്റ് ആണ് വിസാറ്റ്. കേരളത്തിലെ ഫസ്റ്റ് സ്റ്റുഡൻറ് മെയ്ഡ് സാറ്റലൈറ്റ് ആണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് വരുന്നത് യു വി റേഡിയേഷൻസ് മെഷർ ചെയ്യാനാണ് വിസാറ്റ് ലോഞ്ച് ചെയ്തത്. 2024 ജാനുവരി 1 9:10 AM ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തത്. PSLV C-58 മിഷനിലാണ് ലോഞ്ച് ചെയ്തത്. ഞാൻ ഈ വാർത്ത വന്നപ്പോൾ ഓർക്കുന്നു മിനിസ്റ്റർ, വലിയ സപ്പോർട്ടായിരുന്നു അന്ന് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തത് അല്ലേ? അതെ, 31 ലക്ഷം രൂപയുടെ ധനസഹായം വിവിധ ഗവൺമെന്റൽ ഏജൻസികളുടെ സാധ്യതകളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് നൽകി, ഈ വിദ്യാർത്ഥികൾക്ക് നൽകി. അവരെല്ലാവരും പെൺകുട്ടികളും അതുപോലെ അധ്യാപികമാരും ചേരുന്ന ടീമായിരുന്നു. വളരെ സുപ്രധാനമായ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച പ്രശ്നത്തെ നേരിടുന്നതിന് സഹായകരമായ ഒട്ടേറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് പെൺകുട്ടികൾ വിക്ഷേപണം ചെയ്ത ആ സാറ്റലൈറ്റ് തിരിച്ചെത്തിയത്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അഭിമാനകരമായ ഒന്നായിട്ട് അത് അക്കാലത്ത് അത് വലിയ പ്രധാനപ്പെട്ട വാർത്തയുമായി വന്നിരുന്നു. മന്ത്രിക്കും വകുപ്പിനുമൊക്കെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനൊക്കെ വലിയ നന്ദി പറയുന്നതൊക്കെ അവരുടെ അധ്യാപികമാരൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇത് ശരിക്കും നമ്മുടെ ടീച്ചർ, ഇത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് നമുക്കുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ വളർച്ച, നമ്മുടെ മാറ്റം, പുരോഗതിയെ കുറേ കൂടി ഷോക്കേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ 4 വർഷ ബിരുദം എന്ന് പറയുന്ന ഒരു മാറ്റം, അതിൻ്റെ തലം, അതിൻ്റെ മികവ് ഏതൊക്കെ തരത്തിലാണ് ഭാവിയിൽ കേരളം അറിയാൻ പോകുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ നേരത്തെ കുട്ടികളെ കണ്ടില്ലേ, എത്ര സന്തോഷമാണ് നമുക്ക്. അതിൻ്റെ ഒപ്പം കേരളത്തിൽ നൽകി വരുന്ന ഗവേഷണ ഫെലോഷിപ്പുകൾ, അത് മറക്കണ്ട. നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫെലോഷിപ്പുകൾ എത്ര കോടി രൂപയാണ് നമ്മളത് മാറ്റിവെക്കുന്നത്. ഈ കുഞ്ഞുങ്ങളല്ലേ നാളത്തെ കേരളത്തിൽ നിർമ്മിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഫെലോഷിപ്പ് തുകയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള ഫെലോഷിപ്പുകൾ. അത് നേടുന്ന കുഞ്ഞുങ്ങൾ മറ്റു കുട്ടികൾക്ക് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അനൗൺസ് ചെയ്തു. കഴിഞ്ഞ 3 വർഷങ്ങളിലും 3 വർഷമായിട്ടുണ്ട്. അത് നേടിയെടുക്കുന്ന ഓരോ വർഷത്തെയും കുട്ടികളെ നമ്മൾ കാണുകയാണ്, ഗവേഷകരെ കാണുകയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൈപുണ്യ വികസനത്തിന് ഒരു ഭാഗത്ത് അത്തരം ഫെലോഷിപ്പുകൾ കൊടുത്തുകൊണ്ട് ഗവേഷണത്തെ മുന്നോട്ട് പോകുന്നു, മറുഭാഗത്ത് കോളേജ് വിദ്യാർത്ഥികൾക്ക് തന്നെ നമ്മൾ അസാപ്പ് അടക്കമുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ശേഷി വികസിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഞങ്ങളുടെ ഒരു അനുഭവം. ഇപ്രാവശ്യം ഞങ്ങളുടെ സാക്ഷരതാ സർവേ നടത്തിയത് കേരളത്തിലെ നാഷണൽ സർവീസ് സ്കീം കോളേജുകളിലെ നാഷണൽ സർവീസ് സ്കീം കുട്ടികളാണ്. അവർ വീട്ടിൽ പോയിട്ടുള്ള അനുഭവം, വീടാന്തരം പോയിട്ടുള്ളവരുടെ അനുഭവം ഞങ്ങൾക്ക് ഞങ്ങളുടെ മിഷനിലെ നേരിട്ടുള്ള അനുഭവമാണ്. സമൂഹത്തിലേക്ക് അവർ പോവുകയാണ്. അവർ സമൂഹത്തിൽ ചെന്ന് ഓരോ വീടുകളിലെത്തി അവരെ കാണുന്ന നിരക്ഷരരെ കണ്ടെത്താനായിട്ട് പോയ കുഞ്ഞുങ്ങൾ നിരക്ഷരരെ കണ്ടെത്തുക മാത്രമല്ല ചെയ്തത്, അവർ ആ വീടുകളിൽ നിന്നുള്ള ആവശ്യങ്ങളെ അടക്കം ഞങ്ങളോട് പറയുകയും വിവിധ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എത്തിക്കാവുന്നിടത്തൊക്കെ അവരെ എത്തിക്കാൻ കൂടി ആ കുഞ്ഞുങ്ങളുടെ അധ്വാനം, അവരുടെ സാമൂഹ്യ പ്രവർത്തനം, വാസ്തവത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയ സമൂഹം എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോഴും അങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ വിവാദങ്ങളിലൊക്കെ നമ്മളിപ്പോൾ കാണുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് അവരെ പോലെ, ഈ പുതിയ തലമുറയെ പോലെ ഉയർന്ന രാഷ്ട്രീയ ബോധ്യമാണ് അവർ ഈ പറഞ്ഞ വീടുകളിലേക്ക് പോയി, അതും ചില ഏരിയകളിലാണ്, ചില പ്രത്യേക ഏരിയകൾ നിരക്ഷരതയുടെ ദുരിതമില്ലാതാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ കോളേജുകളിലെ പോളിടെക്നിക്കുകളിലെയൊക്കെ തന്നെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത് അത് ഞങ്ങളുടെ നേരിട്ടുള്ള അനുഭവമാണ്. ഒരു ഭാഗത്ത് വലിയ ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, മറുഭാഗത്ത് നമ്മുടെ ബിരുദ വിദ്യാർത്ഥികൾ ഇത്തരത്തിലെ പ്രവർത്തനത്തിലേക്ക് പോകുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു പാരഡൈം ഷിഫ്റ്റ് എന്നുള്ളതിന് പകരം വയ്ക്കാൻ നമുക്ക് വേറൊരു വാക്കില്ല. അത്രയധികം വലിയ മാറ്റങ്ങളാണ് വളരെ സന്തോഷത്തോടെ 13 വർഷമൊക്കെ ഈ വിദ്യാർത്ഥികളെ കണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ വളരെ സന്തോഷത്തോടെയാണ് കുഞ്ഞുങ്ങൾ ഇതിനെ കാണുന്നതിനെ, സ്വീകരിക്കുന്നതിനെ നമ്മൾ കാണുന്നത്. അതേസമയം തന്നെ വിദേശ വിദ്യാർത്ഥികൾ, കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നിന്നുള്ള കണക്ക് കണ്ടിട്ട് അത്ഭുതമാണ് തോന്നുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വിദേശ വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ഏത് സമൂഹവും മുന്നോട്ട് പോയത്. അതിൻ്റെ കണക്കുകൾ വർഷാവർഷം കൂടി വരുന്നുണ്ട് അല്ലേ? വിദേശ വിദ്യാർത്ഥികളുടെ, അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ ഒക്കെ. ഞാൻ ഓർക്കുന്നുണ്ട് മണിപ്പൂരിൽ അവിടെ വലിയ സംഘർഷം, ഇങ്ങനെ മണിപ്പൂർ കത്തി നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ അവിടെ നിന്ന് കുട്ടികൾ നമ്മുടെ കോളേജുകളിലേക്ക്, കേരളത്തിലേക്ക് വരുന്നു, കേരളം അവരെ സംരക്ഷിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിൽ അത് ഈ എണ്ണം തോത് കൂടി വരുന്നുണ്ടോ? പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് വലിയ ഫ്ലെക്സിബിലിറ്റിയാണ് വിദ്യാർത്ഥികൾക്കുള്ളത്.
അവർക്ക് ഓൺലൈൻ കോഴ്സുകളിൽ നിന്ന് ക്രെഡിറ്റ് ആർജിക്കാം, സ്കിൽ കോഴ്സുകൾക്ക് ക്രെഡിറ്റ് ഉണ്ട്. അതുപോലെ ഓരോ സെമസ്റ്റർ കഴിഞ്ഞാലും അവർക്ക് ഈ കോഴ്സ് ഷിഫ്റ്റ് ചെയ്യാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഞാനിവിടെ ബാച്ചിലർ ഓഫ് സയൻസിൽ സൈക്കോളജി മേജർ ചെയ്യുന്നു. ഞാൻ പിന്നെ മൈനറായിട്ട് എടുത്തിരിക്കുന്നത് ജേർണലിസം ഫിലോസഫിയാണ്. എനിക്ക് പക്ഷേ ഇനി വേണമെങ്കിൽ ഫിലോസഫിയിലോട്ട് മേജറാക്കി മാറാനുള്ളൊരു ഫ്ലെക്സിബിൾ റൂം ഈ കോഴ്സ് എനിക്ക് തരുന്നുണ്ട്. FIUGP വരുന്നതിന് മുമ്പ് ഒരു സബ്ജക്റ്റ് എടുത്ത് മേജർ ചെയ്ത് അത് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് നിർബന്ധമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എനിക്ക് പിന്നെ ഒരു മനംമാറ്റം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറാൻ പറ്റും. എനിക്ക് തന്നെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻറ്റേൺഷിപ്സ് ഉണ്ട്. അതായത് സമ്മർ വെക്കേഷനുകളിൽ എനിക്ക് പോയി ഇൻറ്റേൺഷിപ്പ് വർക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജും എക്സ്പീരിയൻസും കിട്ടും. അതായത് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് തിയറി പഠിക്കുന്നതിലുപരി അത് പോയി എൻജോയ് ചെയ്ത് അത് എക്സ്പ്ലോർ ചെയ്ത് അത് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കാനുള്ളത്. അതായത് നോളജിൻ്റെ സേക്കിന് വേണ്ടി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോഴ്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ഫ്രീഡം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പം മിനിസ്റ്റർ പറഞ്ഞ അതേ കാര്യങ്ങൾ അവരവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അവരിലേക്ക് നന്നായി ട്രാൻസ്ഫോം ചെയ്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, കുട്ടികൾക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. അത് കുട്ടികളുടെ അത്രയും അധ്യാപകർക്ക് മനസ്സിലായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അധ്യാപകരിലും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ജോലിഭാരം കൂടി എന്നുള്ള നിലയിലാണോ അധ്യാപകർ? ജോലിഭാരം ഒന്നും കൂടിയിട്ടില്ല. അവർക്ക് എൻജോയ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും ഇതാവുമ്പോൾ എന്നാണ് ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. കൂടുതൽ കുട്ടികളിലേക്ക് അവരുടെ നൂതനമായ ആശയങ്ങളും സർഗശേഷിയും ഒക്കെ പുറത്തു വരാവുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള അവസരമായിട്ട് അധ്യാപകർ ഇതിനെ കാണണം എന്നുള്ളതാണ്. ഞാൻ ഇതൊരു സ്പെസിമനായി എടുത്താൽ നിങ്ങൾ 3 പേര്, ഇപ്പോൾ ശ്രാവൺ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നമ്മളിങ്ങനെ അപഗ്രഥിച്ച് പറയുന്ന കാര്യങ്ങളെയൊക്കെ അവൻ്റെ ഒരു പഠനാനുഭവത്തിൽ നിന്ന് ശ്രീചന്ദ്രബാബു പറയുന്നത് കേട്ടപ്പോൾ തോന്നുന്നൊരു ഫീൽ എന്താണ്? തീർച്ചയായും ബോധ്യം എത്തേണ്ടടുത്ത് എത്തുന്നു. ഇപ്പം ഞാനൊരു 3-year ഡിഗ്രി പ്രോഗ്രാം പഠിച്ച് വന്ന ആളാണല്ലോ. അപ്പം അവിടെ അന്നും ഈ പഠിക്കുക, പരീക്ഷ എഴുതുക, മാർക്ക് വാങ്ങുന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇപ്പം അതല്ല. ഇപ്പം ഞാൻ തന്നെ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് കുട്ടികൾ ഇൻറ്റേൺഷിപ്പിന് വരുന്നുണ്ട്. BSc സൈക്കോളജി പഠിക്കുന്ന കുട്ടികൾ, സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടികൾ വരുന്നുണ്ട്. അപ്പം അവർക്ക് ആ ഒരു പഠനാനുഭവത്തിനോടൊപ്പം എന്താണ് ഈ പ്രായോഗികമായി നടക്കുന്നത്. ഇപ്പം മുമ്പ് കെമിസ്ട്രി പഠിച്ചാലോ മാത്സ് പഠിച്ചാലോ വീണ്ടും നമ്മൾ PSc പരീക്ഷ എഴുതുക എന്നുള്ള ഒറ്റ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല. അവർക്ക് ആ പ്രൊഫഷണൽ രംഗത്ത് തന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്രായോഗിക അനുഭവത്തോടു കൂടിയാണ് അവർ പുറത്തിറങ്ങുന്നത്. നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ മെച്ചം ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് ഡയറക്റ്റ് പോകാൻ കഴിയുമെന്നുള്ളതാണ്. അതാണ് അത് ഏറ്റവും വലിയ മെച്ചമാണ്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. വലിയ മാറ്റമാണ്, കാരണം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിസൈൻ ചെയ്യാം. മറ്റു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാടൊന്ന് കണ്ടുകൊണ്ട് ഇതേപോലെ +2 കഴിഞ്ഞിട്ട് കാനഡയിൽ പോകാൻ അങ്ങനെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അവിടുത്തെ ഡിഗ്രിക്കും ഡിപ്ലോമയ്ക്കും ഒന്നും ഇതേപോലത്തെ ഒരു വാല്യൂ കിട്ടത്തില്ല. ഇതിനാണ് ഒന്നുകൂടി വാല്യൂ ഉള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പ്രതീക്ഷിച്ചൊരു മാറ്റവും കിട്ടിയൊരു സവിശേഷതയുമാണ് ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി, സ്ട്രക്ചർ മാത്രമല്ല, നമ്മൾ ഈ മൈഗ്രേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇവിടുന്ന് കുട്ടികളെല്ലാം ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്ന കാലത്താണ് അവൻ പറയുന്നത്, കേട്ടില്ലേ? അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നമ്മൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതും കുട്ടികൾ ചിന്തിക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം. യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യഥാർത്ഥ സ്റ്റേക്ക് ഹോൾഡേഴ്സായ മുഴുവൻ മനുഷ്യർക്കും ഇതിൻ്റെ ഗുണവശങ്ങൾ നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്ദേശിച്ചത് എന്താണോ അവിടേക്ക് കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങളും കരിക്കുലത്തിൽ വരുന്ന ഘടനാപരമായ മാറ്റങ്ങളും കുട്ടികളെ തൊഴിൽ ദാതാക്കൾ കൂടി മാറ്റിയാക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. അതായത് ഒരു ഇൻറ്റേൺഷിപ്പിന് പോകുന്ന ഒരു വിദ്യാർത്ഥി വിവിധ വിഷയങ്ങൾ ഒരു വിഷയത്തെ മറ്റൊരു വിഷയത്തിൽ നിന്ന് നോക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഇവർക്കെല്ലാം വളരെ നൂതനമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ അവർക്ക് സ്വയം സംരംഭകരാകാനും അവർ ഇൻറ്റേൺഷിപ്പിന് പോകുന്ന സ്ഥാപനങ്ങളുടെ ആവശ്യകതകൾ കണ്ടറിഞ്ഞ് അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാനും ഒക്കെയുള്ള സ്പന്ദനങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു ബേസായി വളരെ പ്രാധാന്യമുള്ള ഒന്നായി ഇൻറ്റേൺഷിപ്പുകൾ മാറിയിട്ടുണ്ട്. അത് അവർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്നതിനും കൂടുതൽ സഹായകരമാണ്. വളരെയേറെ കേരളത്തിലെ പോളിടെക്നിക്കുകളിൽ ഇൻറ്റേൺഷിപ്പ് നിർബന്ധമാക്കി ഒരു 4 വർഷത്തിന് മുമ്പ് തന്നെ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പെയ്ഡ് ഇൻറ്റേൺഷിപ്പാണ് മിക്ക കുട്ടികൾക്കും കിട്ടുന്നത്. അത് അവരെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതായത് 3-ാം വർഷ പഠനത്തോടൊപ്പം തന്നെ
അവർക്ക് ഒരു ഇൻഡസ്ട്രിയിൽ പോയി ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനും അവിടെ നിന്ന് അനുഭവങ്ങൾ കിട്ടുകയും ചെയ്യുന്നത് അവർക്ക് ജോലിയിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താനും ആ സ്ഥലത്തെ പരിചയപ്പെടാനും അതോടൊപ്പം നിൽക്കുന്ന അധ്യാപകർക്ക് ഏത് തരത്തിലാണ് കുട്ടികളെ അതിലേക്ക് വേണ്ടി ഓറിയൻറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള വിവിധങ്ങളായ തലത്തിലാണ് അതിൻ്റെ ഫലങ്ങൾ വരുന്നത്. അത് ഒരു കുട്ടിക്ക് മാത്രമല്ല, അതെ, ഈ പറഞ്ഞതിന് വളരെ മാച്ചായിട്ടുള്ള ഒരു പോളിടെക്നിക് സ്റ്റുഡൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്വയം സംരംഭക ആകുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൂടിയാണ് ആ കുട്ടി സംസാരിക്കുന്നത്. നിലവിലിപ്പോൾ കുറേ സൈക്കിൾസ് യൂസ് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളൊരു സ്റ്റാർട്ടപ്പായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റേഞ്ച് വന്നിട്ടുള്ളത് 35 കിലോമീറ്ററാണ്. ഒരു സിംഗിൾ ഫുൾ ചാർജിൽ 35 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 20 km/h ആണ്. ടീച്ചർ എങ്ങനെയുണ്ട്? ഓരോ കാഴ്ചയും എന്താ പറയുക, വളരെ അഭിമാനവും സന്തോഷവും തരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കുട്ടികളെയും ഈ അനുഭവങ്ങളും കാണുമ്പോഴാണ് യാതൊരു അർത്ഥമില്ലാത്ത വിവാദങ്ങളിൽ മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് മറുഭാഗത്തെ സങ്കടം. പക്ഷേ ഒരു നിരാശയും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വിഷയം, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച അനുഭവം ഞങ്ങൾക്കൊക്കെ ഉള്ളതാണ്. BSc പഠനകാലത്ത് എന്നാൽ അപ്പടി ലിറ്ററേച്ചറിലേക്ക് മാറാൻ കഴിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട ആളാണ് ഞാൻ. ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ പിന്നീട് ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തുറസായി, നേരത്തെ പറഞ്ഞ ഒരു ഫ്ലെക്സിബിൾ റൂം എന്നൊക്കെയാണ് ഒരു ബാസ്ക്കറ്റ് നിറയെ കോഴ്സുകൾ അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ, ഇഷ്ടമുള്ള ഉന്നത പഠനത്തിലേക്ക് പോകാൻ, മാത്രമല്ല കൂട്ടായി തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ. അത് നാട്ടിലെ മറ്റു മനുഷ്യർക്ക് ഗുണപ്രദമാകും, ഒരു തർക്കവുമില്ല. നാട്ടിലെ സമൂഹത്തിലെ മറ്റ് മനുഷ്യർക്ക് കൂടി അവരുടെ ജീവിതത്തിന് വെളിച്ചമായി. നേരത്തെ ആ പയ്യൻ പറഞ്ഞത് കാനഡയിലെ സർട്ടിഫിക്കറ്റുകൾക്കൊന്നും ഈ ക്വാളിറ്റിയും ഈ നിലവാരവും ഒന്നും ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ പഠിക്കുന്നതിനുള്ള തോട്ടിനെ കുറിച്ച് ആ ചിന്ത പങ്കുവെച്ചൊരു ഇതുകൂടി. കാരണം അങ്ങനെ എല്ലാവരും ഇവിടെ +2 കഴിഞ്ഞാൽ നാട് വിടുന്നു എന്ന് പറയുന്നൊരു പ്രചാരണം നിൽക്കുന്ന ഒരു കാലത്ത് കൂടിയാണ്. നമ്മൾ മൈഗ്രേഷനും റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ചും നാട്ടിലേക്ക് ഇപ്പോൾ ആളുകൾ തൊഴിൽ ചെയ്യാൻ വരുന്നതിൻ്റെ ഒരു പുതിയ അനുഭവം, അതിൻ്റെ കണക്കുകളൊക്കെ അത്ര പോസിറ്റീവാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മിനിസ്റ്റർ, ഇപ്പോൾ നമ്മുടെ സർവകലാശാലകളുടെ ചാൻസലറാവുന്ന ഗവർണർമാർ ഒരു കേന്ദ്ര രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നടത്തിയ നടപടികൾ, രീതികൾ, തെറ്റായ രീതികൾ, അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഈ കാഴ്ചപ്പാടിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങളെ കുറേ കൂടി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. അതിനൊരുപാട് സമയം ചെലവഴിക്കേണ്ടി വന്നില്ലേ? ഞാൻ ഇതിനുള്ള ഉത്തരത്തിലേക്ക് വരും മുമ്പ് നേരത്തെ പോളിടെക്നിക് വിദ്യാർത്ഥിയുടെ അഭിപ്രായം നമ്മൾ കേട്ടല്ലോ. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കണക്ട് കരിയർ ടു ക്യാമ്പസ് തുടങ്ങി നൂതനങ്ങളായിട്ടുള്ള കുറേ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നുള്ള ആശയം അവതരിപ്പിച്ചു, അതും ക്യാമ്പസുകളിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതുപോലെ പല പോളിടെക്നിക്കുകളിൽ പല നൂതനാശയങ്ങളും കുട്ടികൾ മുന്നോട്ട് വയ്ക്കുകയും സമൂഹവുമായി ബന്ധപ്പെട്ട് വലിയ സേവനങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. കോഴിക്കോട് പോളിടെക്നിക്കിലെ കുട്ടികൾ ഗാർബേജ് വേസ്റ്റ് നീക്കം ചെയ്യുന്നതിനുള്ള ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് തയ്യാറാക്കി നൽകിയത്. അതൊക്കെ നല്ല പ്രചാരം കിട്ടിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് നല്ല അവസരം ലഭിക്കാൻ കഴിയുമാറ് ഇൻഡസ്ട്രി അക്കാദമിയ ഇൻ്റർഫേസ് ശക്തിപ്പെടുത്താൻ കൂടി കഴിഞ്ഞ ഒരു കാലമാണ്. അങ്ങനെ നമ്മുടെ ക്യാമ്പസുകളിലെ സമീപന രീതി വല്ലാതെ മാറിയ ഒരു പുതിയ കാലത്തിനോട് നന്നായി സംവദിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ ഇപ്പോൾ ഇവിടെ കേട്ടതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ശ്രദ്ധയും പരിഗണനയും നൽകിക്കൊണ്ട് അതിനെ മുന്നേറ്റങ്ങളിലേക്ക് നയിക്കുമ്പോഴാണ് അതിനെ എല്ലാ നിലയ്ക്കും സഹായിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ വരുന്നത്. നമ്മുടെ നിയമപ്രകാരം സർവകലാശാലകളുടെയൊക്കെ ചാൻസലറായിട്ട്, അതായത് പരമോന്നത സ്ഥാനം ചാൻസലറാണല്ലോ, ആ ചാൻസലറായി വരുന്നത് ഗവർണർമാരാണ്. മുൻകാലങ്ങളിലൊക്കെ ഗവർണർമാർ അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലോ സർവകലാശാലകളുടെ ആഭ്യന്തര കാര്യങ്ങളിലോ ഇടപെടാതെ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തികഞ്ഞ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർമാർ. ചാൻസലർ എന്നുള്ള നിലയ്ക്കും അവർ ആ രീതിയിൽ വളരെ പ്രകടമായിട്ട് തന്നെ അവരുടെ രാഷ്ട്രീയ നിലപാട് അവരുടെ പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
അതില്ലായിരുന്നെങ്കിൽ നമ്മൾ കുറെ കൂടി എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ സമയം ഈ പരസ്പര ദ്വന്ദ്വയുദ്ധം പോലെയുള്ള രീതിയിലേക്ക് അത് അധപ്പതിച്ചു പോവാണ്. പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പരമാവധി സംയമനം പാലിക്കുമ്പോഴും മറുവശത്തുനിന്ന് പ്രകോപിപ്പിക്കാനുള്ള രീതിയിൽ പല കാര്യങ്ങളും ഉണ്ടായി. നമ്മളെല്ലാവരും ഗുണ്ടകളും ക്രിമിനലുകളുമാണ് എന്ന് വരെ ഒരു ഗവർണർ പറഞ്ഞു വച്ചു. അപ്പോൾ ഗവർണർമാർ എന്ന നിലയിലും ചാൻസലർമാർ എന്നുള്ള നിലയിലുമൊക്കെ പരസ്യമായിട്ട് രാഷ്ട്രീയ നിലപാടുകൾ പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കീ പോസ്റ്റുകളുടെ നിയമനം ഉൾപ്പെടെ, അതുപോലെ ജനാധിപത്യ സംവിധാനങ്ങളായ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനോ ചേർന്ന് നിൽക്കുന്നവരെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ കേരളം കാണുന്നുണ്ടായി. ഈ ചാൻസലർമാർക്കൊപ്പം തന്നെ വൈസ് ചാൻസലർമാരും അതേ രീതിയിൽ പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് കേരള സർവകലാശാല പോലെയുള്ള സർവകലാശാലകളിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നില്ല. കലോത്സവം നടക്കാത്ത അവസ്ഥ വരുന്നു, യൂണിയൻ നേരത്തെ പിരിച്ചുവിടുന്നു, വൈസ് ചാൻസലറുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളും ഇതൊക്കെ ഒപ്പിടാതെ വൈകിപ്പോകുന്ന അവസ്ഥകളുണ്ടാകുന്നു. സർക്കാർ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായി എന്ത് മാറ്റമാണോ ആഗ്രഹിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഇത്തരം ചില മേഖലകളിൽ ഇപ്പോഴും ബാക്കിയല്ലേ? അത് ബുദ്ധിമുട്ടുണ്ടാകും. തീർച്ചയായും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഈ അടുത്ത കാലത്ത് 2 വിഷയങ്ങളിലാണ് കോടതി അദ്ദേഹത്തെ ശാസിച്ചത്. ഒന്ന്, രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വൈസ് ചാൻസലർ എടുത്ത ഒരു നടപടികളും നിയമാനുസൃതമല്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ കുട്ടികളുടെ യൂണിയനെ, വിദ്യാർത്ഥികളുടെ യൂണിയനെ അസംഗതമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, അതും നിയമവിരുദ്ധമാണ് എന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യവും ഇങ്ങനെ അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വൈസ് ചാൻസലർ, അതെ, അങ്ങനെയുള്ള വൈസ് ചാൻസലർമാരെ നിയോഗിക്കുന്നതൊക്കെ നമ്മുടെ സർവകലാശാലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ അക്കാദമിക രംഗത്തുള്ള ആളുകളുടെ കൂട്ടായ്മ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയതും അതിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങളിലേക്ക്, മുന്നേറ്റങ്ങളിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചത്. ഈ ബജറ്റിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട, അത് രാജ്യത്ത് പല ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ദേശീയ ചാനലുകളൊക്കെ വാർത്താമാധ്യമങ്ങളൊക്കെ അതൊരു വലിയ വാർത്തയാക്കിയിരുന്നു. മീനാക്ഷി അതേക്കുറിച്ച് പറഞ്ഞതുകൂടി ഒന്ന് കണ്ടുകൊണ്ടുവരാം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ആർട്സ് പഠിച്ചിരുന്ന ആളുകൾക്കും ഒക്കെ ഈ പറയുന്ന ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് പറയുന്നത് പെൺകുട്ടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആ വിഷയങ്ങൾക്കൊരു പ്രയോറിറ്റി ഉള്ളതുകൊണ്ടോ അല്ല. എല്ലാവരെയും ഈക്വലായി കാണാൻ ആഗ്രഹിക്കുന്നു, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെനിക്ക് ഏതൊരു വിദ്യാർത്ഥിയും പോലെ തന്നെ സന്തോഷം മാത്രമേ ഉള്ളൂ. അതിലുള്ളൊരു സന്തോഷമാണ് സൗജന്യം, ഡിഗ്രി പഠനം വരെ സൗജന്യമാക്കുക എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു സവിശേഷത. സാമൂഹ്യനീതി എന്ന ഒരു ആശയത്തിലും കേരളം എത്രമാത്രം മുന്നോട്ട് പോയി എന്നതിനെ അതിൽപരം സാക്ഷ്യപ്പെടുത്താൻ മറ്റൊരാളും വേണ്ട കാര്യമില്ലല്ലോ ശ്രീ ചന്ദ്രബാബു. അതെ, ഇപ്പോൾ സ്ത്രീ മുന്നേറ്റമാവട്ടെ, സ്ത്രീ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ പുതിയ തലമാകട്ടെ, ഇങ്ങനെ ഏതെടുത്താലും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിലേക്ക് പോയാലും, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിലേക്കും ഒക്കെ നോക്കിയാൽ കേരളം അത് ഈ കേരളത്തിലെ ഈ ഭിന്നശേഷി മേഖലയിലെ ഇടപെടലൊക്കെ തന്നെ ദേശീയ മാത്രമല്ല അന്തർദേശീയ ശ്രദ്ധയും ആകർഷിച്ച് കൊണ്ടുള്ള ഇതിലേക്ക് പോയി. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിപ്മറിന് 2024 UN അവാർഡ് കിട്ടിയത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ മേഖലയിൽ ഒരു യുണൈറ്റഡ് നേഷൻസ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഓട്ടോണമസ് സ്ഥാപനത്തിന് UN അവാർഡ് കിട്ടുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ സെൻറ്റർ ഓഫ് എക്സലൻസായി അംഗീകരിക്കുന്നു. ലോകാരോഗ്യ സംഘടന നമുക്ക് സ്പെഷ്യൽ പ്രോജക്റ്റ് സാങ്ഷൻ ചെയ്യുന്നു. ഇതൊന്നും ഒരു പെട്ടെന്നുണ്ടാവുന്നതല്ല. ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ നിരന്തരം ചിട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ നിപ്പറിൻ്റെ ഉദാഹരണം എടുത്ത് പറഞ്ഞാൽ 2021 8 കോടി ഉണ്ടായിരുന്ന ബഡ്ജറ്ററി പ്രൊവിഷൻ ഇപ്പം 22.5 കോടിയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ പണമില്ല, ഈ പിന്നെ ട്രഷറിയിൽ പൂച്ച വെറ്റ് കിടക്കുന്നു എന്നൊക്കെ പ്രയോഗമുള്ളപ്പോഴും 8 കോടിയിൽ നിന്ന് 22.5 കോടിയായി നിപ്പറിൻ്റെ മാത്രമല്ല നിഷിൻ്റെ 28 കോടിയായി വർദ്ധിപ്പിച്ചു. ഭിന്നശേഷി കോർപ്പറേഷനും സമാനമായ വർധനവുണ്ടായി.
അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ പോകുന്നു. ഇപ്പം മിനിസ്റ്റർ തീർച്ചയായിട്ടും സൂചിപ്പിച്ചായിരിക്കും, നമുക്ക് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക കമ്മീഷൻ വരുന്നു. ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര മാറ്റമാണ് ഭിന്നശേഷി മേഖലയുള്ളത്. അപ്പം ഉന്നത വിദ്യാഭ്യാസമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന ഭിന്നശേഷി മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസം ഇപ്പം കേരളത്തിലില്ലായിരുന്ന നൂതനമായ 2 കോഴ്സുകൾ ഇപ്പം നിഷിലും നിപ്മറിലും കൊണ്ടുവരാം. ഒന്ന് 4.5 വർഷത്തെ ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി ഡിഗ്രി പ്രോഗ്രാം, 4.5 വർഷത്തെ കൃത്രിമ കൈകാൽ നിർമ്മാണത്തിൻ്റെ ഡിഗ്രി പ്രോഗ്രാം. ഇതൊക്കെ വയോജന പാർക്ക്. അതെ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ സാധനങ്ങൾ കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് കാണേണ്ട ഒരു മൊമെൻ്റ് ഉണ്ട്, നമ്മളൊന്ന് കണ്ടുകൊണ്ടുവരാം. ദേവാനന്ദിൻ്റെ അനുഭവമാണത്. മിനിസ്റ്റർക്ക് ഓർമ്മയുണ്ടാവും. മിനിസ്റ്റർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ ദേവാനന്ദിന് സ്കൂളിൽ പോകാൻ പറ്റാത്ത. ഈ മോന് ആദ്യം ഞങ്ങളിത് കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ വളരെ വിഹ്വലതയോടുകൂടി പെരുമാറിയ മോനാണ്. അങ്ങനെ ഈ ടാബിലൂടെ ഇൻറ്ററാക്ട് ചെയ്ത് അവൻ ക്ലാസ്സിൽ നേരിട്ട് പോകാൻ തുടങ്ങി. ഇപ്പോൾ ചിരിച്ച മുഖത്തോടു കൂടിയാണ് ആ കുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യം ഞങ്ങൾ കാണുമ്പോൾ ഇടപെടാൻ വളരെ മടിയുള്ള കരച്ചിലിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി കാണുന്നു, മറ്റു കുട്ടികളോട് കൂടി കളിക്കുന്നു. വലിയ മാറ്റമാണ് ആ കുട്ടിയിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. അത് ഈ മേഖലയിൽ ഒരുപാട് അനുഭവങ്ങൾ ആ നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ? പിന്നെ ധാരാളം ഉണ്ട്. ഈ ഭിന്നശേഷി കുഞ്ഞുങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അതിന് ഈ ഗവൺമെൻറ് നൽകിയിട്ടുള്ള പല വിധത്തിലുള്ള സഹായ ഉപകരണങ്ങളും അതുപോലെ പല പദ്ധതികളും ഒക്കെ നല്ല രീതിയിൽ അവരുടെ ജീവിതത്തെ മാറ്റി തീർക്കാൻ സഹായകരമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഹർഷൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അനുഭവം മാധ്യമങ്ങളിലൊക്കെ വലിയ ഇതായിരുന്നു. അത് ആ കുട്ടി 4 കാലിൽ നടന്നിരുന്ന കുട്ടിയാണ്. നമ്മുടെ മോഡൽ അംഗനവാടിയിൽ വന്നതിന് ശേഷം ഹർഷൻ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും തുടങ്ങി. അവൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായി. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമസ്കാരം, ഞാൻ ആതിര മെഹറിൻ, മാധ്യമ പ്രവർത്തകയാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ ന്യൂനപക്ഷത്തിൽപ്പെട്ട മനുഷ്യരുടെ ദൃശ്യതയ്ക്ക് വേണ്ടിയിട്ട് കേരള സംസ്ഥാന സർക്കാർ മഴവിൽ എന്ന് പറയുന്ന വിപുലമായൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഉപഭോക്താവ് കൂടിയാണ് ഞാൻ. അതിലൂടെ കേരളത്തിലെ എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ഒരു ക്ലാസ് മുറിയിൽ 2 സീറ്റ്, ഒരു കോഴ്സിൽ 2 സീറ്റ് റിസർവേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നേടുകയും അതിലൂടെ പഠനം പൂർത്തീകരിച്ച് PG അവസാനിപ്പിക്കുകയും തുടർന്ന് സാമൂഹ്യപരമായ ഒരു തൊഴിലെടുക്കുന്നതിനും എനിക്ക് അവസരം ഒരുക്കി തന്നത് നിലവിലത്തെ LDF നമ്മുടെ സർക്കാരാണ്. നമ്മുടെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളും പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കേരള സർക്കാർ സാമൂഹിക വകുപ്പിലൂടെയാണ്, ബിന്ദു മാമിന്റെ ഒരു ഇടപെടലിലൂടെയാണ് ഈ നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സാമൂഹ്യപരമായും സാമ്പത്തികപരമായും കലാപരമായും രാഷ്ട്രീയപരമായും ഒക്കെ തന്നെ ഒരു നിലനിൽപ്പ് നേടിയിട്ടുണ്ട് എന്ന് എനിക്ക് അവകാശപ്പെടാൻ സാധിക്കും. അത് എന്റെ ലൈഫിലൂടെ തന്നെ എനിക്ക് കാണിക്കാൻ സാധിക്കുന്നു. ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇനി തൊഴിലിടത്തുകൂടി ഒരു റിസർവേഷൻ നടപ്പിലാക്കണം എന്നുള്ളതാണ്. അതാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു ആശയം എന്നുള്ളത്. നമ്മുടെ കേരളത്തിനകത്ത് PSCക്കകത്ത് റിസർവേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിരവധിയായ പരിപാടികൾ, നിരവധിയായിട്ടുള്ള മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ നമ്മുടെ സർക്കാർ സാധിക്കും എന്നുള്ള ഒരു ആഗ്രഹം കൂടി നമ്മൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. നാദിരയുടെ ആഗ്രഹപ്രകടനമാണ് ആ ചോദ്യം. അതിനുള്ള പേപ്പർ വർക്കുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സംവരണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട്, തൊഴിലിടത്തിലെ സംവരണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ആ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോവാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം സംവരണം കൊണ്ടുവന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ലോ കോളേജുകളിൽ പ്രവേശനം അവർക്ക് നൽകുന്നതിന് നടപടി സ്വീകരിച്ചു. ഇനി അവരുടെ തൊഴിലിടങ്ങളിലെ സംവരണം എന്നുള്ളത് ട്രാൻസ് സമൂഹം ശക്തമായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ഈ സർക്കാരിന് ഇനി 2-3 ആഴ്ചയും കൂടി ബാക്കിയുള്ളൂ. അതിനിടയിൽ ചെയ്യാൻ ശ്രമിക്കാമെന്നാണ്
നാദിറയോട് എനിക്ക് പറയാനുള്ള മറുപടി. അതായത് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ചന്ദ്രബാബു, ഇതിൽ ഈ സാമൂഹ്യനീതിയുടെ പുതിയ അടരുകൾ മുമ്പ് ഈ സംസാരിച്ച പോലെ സ്ത്രീ പെൻഷൻ, അതുപോലെ കന്യാസ്ത്രീ പെൻഷൻ എന്നൊക്കെ പറയുന്നത് പുതിയ പുതിയ ആശയങ്ങളാണ്. പക്ഷേ അതിൻ്റെ ആവശ്യകത ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഇത് പറഞ്ഞതുപോലെ ശരിയാണല്ലോ, വേണ്ടതാണല്ലോ എന്ന് എല്ലാവർക്കും തോന്നുന്ന വിധത്തിലേക്ക്, എന്നാൽ നമ്മളാരും അധികം ഇതുവരെ ആലോചിക്കാത്ത ഒരു തലത്തിലേക്ക് പോകുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള ഒരു ബോധത്തിൻ്റെയോ ഉയർന്ന തലമാണ്. ഈ തീർച്ചയായിട്ടും ഒരാളെ പോലും സമൂഹത്തിൽ വിട്ടുപോകരുത് എന്നുള്ള ഈ ഉൾച്ചേർന്ന വികസനം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ടല്ലോ, അതാണ് ഇതൊക്കെ ചേർത്ത് പിടിക്കുന്നത്. ഇപ്പോൾ ഇതിൽ രണ്ട് കാര്യം കൂടി ഞാൻ ഇത് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്. ഒന്ന്, ഇപ്പം എൻഡോസൾഫാൻ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായി അവർക്ക് പിന്നെ തെറാപ്പിയൊന്നും ലഭ്യമായിരുന്നില്ല. ഇപ്പം ഈ സർക്കാരാണ് അവിടെ തെറാപ്പി സെൻറ്റർ സെറ്റപ്പ് ചെയ്യും. എക്സലൻ്റ് ആയിട്ട് മൂളിയാറിൽ സ്നേഹഗ്രാമം എന്നുള്ള പ്രവർത്തനം നടക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ ഭിന്നശേഷി കോർപ്പറേഷൻ ഈ ഓരോ പഞ്ചായത്തിലെയും ഭിന്നശേഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി കുടുംബശ്രീ മാതൃകയിൽ കൂട്ടായ്മകൾ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു മനുഷ്യരെ പോലും ഈ മേഖലയിൽ വിട്ടുപോകരുത് എന്നുള്ള ഒരു മഹത്തായ ഉദ്ദേശം മുന്നോട്ട് വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ ഭിന്നശേഷി വകുപ്പിനോടൊപ്പം തന്നെ മറ്റിപ്പം നമ്മളിപ്പോൾ മാഡം പറഞ്ഞു, ഇവിടെ പിന്നെ ജില്ലകളിൽ ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ്, മെഡിക്കൽ കോളേജ് റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ്, നിപ്മറും നിഷും ഐക്കോൺസും പോലുള്ള അപ്പെക്സ് ബോഡികൾ, ഇതിനോടൊപ്പം തന്നെ 405ഓളം ഈ ബഡ് സ്കൂളുകൾ. ആ ബഡ് സ്കൂളുകളൊക്കെ പ്രവർത്തനം കഴിഞ്ഞ 5 വർഷം കൊണ്ട് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയുണ്ടായി. അപ്പോൾ അതങ്ങനെ ഒരാളെപ്പോലും വിട്ടുപോകരുത് എന്നുള്ള നിലയിലാണ് നമ്മുടെ പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ തന്നെ തെറാപ്പി സൗകര്യങ്ങൾ കൂടി വരുന്നു എന്നുള്ളത് ഈ മേഖലയിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, നമ്മൾ തന്നെ പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഒലിന ടീച്ചർ ഇങ്ങനെ കന്യാസ്ത്രീ പെൻഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവിടെ ഇങ്ങനെ വിസ്മയം പൂണ്ടിങ്ങനെ ആ എക്സ്പ്രഷനെ ഞാനിങ്ങനെ കാണുകയായിരുന്നു, വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയൊക്കെ. സത്യത്തിൽ ഈ വിസ്മയം എന്ന വാക്കിന്ന് രാഷ്ട്രീയമായി പല രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ വിസ്മയങ്ങൾ ഇതല്ലേ യഥാർത്ഥത്തിൽ വേണ്ട വിസ്മയങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യനീതിയുടെ ശരിയായ പ്രയോഗം ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളും നമ്മുടെ രാജ്യമാകെയും ഏറ്റെടുക്കേണ്ടതായി വരുന്ന കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സ്റ്റേറ്റായി മാറുന്നില്ലേ? നേരത്തെ ചന്ദ്രബാബു സൂചിപ്പിച്ച പോലെ ആരും ഒഴിവാക്കപ്പെടുന്നില്ല. ഒരാൾ പോലും, അവസാനത്തെ ആൾ പോലും ഒഴിവാക്കപ്പെടരുത്. അതാണ് ഞാൻ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ഈ പാർശ്വവൽകൃതർ എന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ആളില്ലാണ്ടാവണം. അതാണ് നമ്മുടെ സ്വപ്നം. ആ രീതിയിൽ എല്ലാ വിഭാഗത്തിലേക്കും അതിലേറെ വലിയൊരു നേട്ടത്തെ നേരത്തെ മിനിസ്റ്ററിനെ സൂചിപ്പിച്ച സാമൂഹ്യനീതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഈ അതിദാരിദ്ര്യമുക്തി എന്ന് പറയുന്നത്. വകുപ്പുകൾ വെച്ച് വീടുകളുണ്ടാവുക, എല്ലാവർക്കും കിടക്കാൻ കൂര ഉണ്ടാവുക എന്നുള്ളത് ചെറിയ സങ്കല്പമോ സ്വപ്നമല്ല. അതാണ് നമ്മൾ സാധ്യമായത്. ഒപ്പം വയോജനങ്ങൾ എന്ന് പലപ്പോഴും നമ്മൾ റിട്ടയർ ചെയ്തു, ഇനി ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമല്ലോ. അതല്ല, അതൊരു വലിയ നടന്നൊരു വിവാഹമാണ്, വയോജന ഹോമിലെ വിവാഹം. അതുപോലെ സാക്ഷി ആയിട്ട് ഒപ്പിട്ടതാന്ന് തോന്നുന്നല്ലേ? അതെ. അതുപോലെ നമ്മുടെ ഈ കന്യാസ്ത്രീകളുടെ പെൻഷനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഞങ്ങളും മുതിർന്ന സ്ത്രീകളല്ലേ എന്നുള്ള അവരുടെ ചോദ്യം, അതിൻ്റെ ധാർമ്മികത, അതിലെ നീതി, അത് ഉറപ്പാക്കാണ് സർക്കാർ. നേരിട്ട് കേട്ടോ, നേരിട്ട് മിനിസ്റ്ററോട് പറയുന്ന ഒരു അനുഭവം ഉണ്ടായോ? അങ്ങനെ ചോദിച്ചു. അതായത് പ്രായം ചെന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും പെൻഷൻ നൽകുന്നു 60 വയസ്സ് കഴിഞ്ഞ്. അപ്പോൾ കന്യാസ്ത്രീകളായ ഞങ്ങളും മനുഷ്യരല്ലേ എന്നുള്ള അവരുടെ നീതിപൂർവകമായ ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടിയാണ് ഈ തീരുമാനം. എന്നാ പിന്നെ കേട്ടോളൂ. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ഓരോ പ്രഖ്യാപനങ്ങൾ നടക്കും, അതിൽ ഞങ്ങൾ ആശ്വാസം കൊള്ളുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ അത് നടപ്പിലാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമാണ്. വളരെ ശ്രദ്ധേയമായി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രഖ്യാപനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ കാര്യങ്ങൾ നടപ്പാകുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായി പറയുന്ന ഒരു വാക്കാണ് നമ്മൾ കേട്ടത്. പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ തീർച്ചയായും വളരെ സന്തോഷം നൽകുന്ന വാക്കുകളാണ് സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത്. സിസ്റ്റർ മാത്രമല്ല, സാമൂഹ്യനീതി വകുപ്പൊക്കെ നടപ്പാക്കുന്ന നിരവധിയായ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ
അവർക്കറിയാം ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ. അവരുടെ ഭാഗത്തു നിന്നുള്ള നന്ദി പ്രകടനം അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമായിട്ട് ഞാൻ കരുതാണ്. നമ്മുടെ ജീവിതത്തിൽ നേടിയ ഏറ്റവും വലിയ അഭിനന്ദനമായിട്ട് അതിനെ കാണുകയാണ്. ആശ്വാസകിരണം എന്ന് പറയുന്ന ആ പെൻഷനൊക്കെ വാങ്ങുന്ന വളരെ തുച്ഛമായൊരു തുകയാണത്. പക്ഷെ അത് കൃത്യമായിട്ട് കൈകളിൽ എത്തുമ്പോഴുള്ള അവരുടെ ഒരു സന്തോഷം പകരം വയ്ക്കാനില്ലാത്ത സന്തോഷമാണ് അത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷനൊക്കെ വർദ്ധിപ്പിക്കുന്ന കാലത്ത് കേട്ടത് 60 വയസ്സ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക സഹായം ലഭിക്കാത്ത ഒരാളും ഉണ്ടാകരുത് എന്നുള്ളതാണ്. അങ്ങനെയും ഉൾപ്പെടാതെ പോയ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കന്യാസ്ത്രീകളുടെയൊക്കെ കാര്യം വന്നപ്പോൾ മനസ്സിലാകുന്നത്. അവരും ഉൾച്ചേരുന്നു എന്നുള്ളതാണ് ടീച്ചർ. അതൊരു ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് തരുന്നൊരു അഭിമാനബോധം, അത് രാഷ്ട്രീയമായൊരു കരുത്ത്. തീർച്ചയായും ഒരു എപ്പോഴും ഒരു സർക്കാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വാക്കാണ്, നമ്മുടെ കണ്ണിൽപ്പെടാതെ പോയ അവസാനത്തെ ആൾ. ഒരാൾ പോലും സർക്കാർ എന്ന വലിയ സംവിധാനത്തിൻ്റെ ഈ പറഞ്ഞ എല്ലാ ഒരു കുടയല്ലേ അത്, അങ്ങനെ ഒരു കുടയ്ക്ക് കീഴിൽ എല്ലാവരും ചേർന്ന് ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത്, ഒരാൾ പോലും മാറി നിൽക്കാതെ, ഒരാളെ പോലും മാറ്റി നിർത്തപ്പെടാതെ എല്ലാവരിലേക്കും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ മനുഷ്യർക്കും എത്തുക എന്നുള്ളത് വലിയ സ്വപ്നമാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ എത്രയോ മുമ്പേ ഉള്ള മഹാമനുഷ്യർ കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കാണ് നടന്ന് നമ്മൾ എത്തിച്ചേർന്നത്. അതാണ് കന്യാസ്ത്രീക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിടത്തേക്ക് റേഷൻ എത്തിക്കുന്നു ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ ഒരു കുഞ്ഞിന്, മിനിസ്റ്റർ അറിയുന്ന ഒരു കുഞ്ഞിന് പരീക്ഷ എഴുതാൻ, നടന്നുപോയി പരീക്ഷ എഴുതാൻ പറ്റില്ല, എനിക്ക് സ്ക്രൈബിനെ വേണ്ട, ഞാൻ തന്നെ പരീക്ഷ എഴുതണം എന്ന് പറയുമ്പോൾ അനീഷയ്ക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം അതിനകത്തെത്തുന്നു. നടക്കാനോ അനങ്ങാനോ കഴിയാത്തൊരു കുഞ്ഞിന് 10ാം തരം പരീക്ഷ എഴുതാൻ വീട്ടിലെ ഒരു മുറി പരീക്ഷാ കേന്ദ്രമായിട്ട് മാറി. അതുപോലെ കലോത്സവത്തിന് അസുഖം കാരണം പങ്കെടുക്കാൻ പറ്റാതിരുന്ന ഒരു കുട്ടിക്ക് ഓൺലൈനായിട്ട് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അതാണ് ഈ സർക്കാരിന്റെ സമീപനം. ആരും വിട്ടുപോകരുത് എന്നുള്ള നല്ല ആശയമാണ്. അതൊരു ആശയതലത്തിൽ നിൽക്കുക മാത്രമല്ല, വളരെയധികം പ്രായോഗികമായി ഇത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മളിങ്ങനെ സാമൂഹ്യനീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വളരെയധികം കണക്റ്റഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ 2016-21 സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും ശക്തമായൊരു പ്രാധാന്യം വന്ന കാലമാണിത്. 21 മുതൽ 26 വരെയുള്ള ഈ തുടർഭരണത്തിൻ്റെ കാലം. ഇതിൽ നിന്ന് 2031 എന്ന് പറയുന്ന ഒരു അടുത്ത 5 വർഷക്കാലം മുൻകൂട്ടി ഇപ്പോൾ കാണുന്നൊരു കാലമാണല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ മാഡം, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് നമ്മളിപ്പോൾ നേടിയ ഈ മികവുകളും മാറ്റവും ഉണ്ടല്ലോ, അത് നിർബന്ധമായും നിലനിർത്തേണ്ട വലിയ ഉത്തരവാദിത്വമില്ലേ? അത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അപ്പോൾ ആ ഒരു വെല്ലുവിളിയും ഉത്തരവാദിത്വവും കേരളത്തിനില്ലേ, ഈ മാറ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്? അതൊരു വെല്ലുവിളിയാണെങ്കിൽ പോലും അത് നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അതാത് സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു സംതൃപ്തി. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകളെ കുറിച്ച് സംസാരിച്ചല്ലോ. അതായത് ഈ നോളജ് എക്കണോമി, അതായത് വിജ്ഞാന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ നോളജ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് സംരംഭങ്ങൾ ഉയർന്നു വരുന്നതിനെ, ആ നോളജിനെ സംരംഭങ്ങളായി ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ തന്നെയാണ് യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററിലൂടെ. ഇത് വലിയ വലിയ സ്ഥാപനങ്ങളായി മാറാനും അത് വലിയ ബിസിനസ് സ്ഥാപനങ്ങളായി മാറാനും കഴിയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട സാമ്പത്തികമായും അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നതിലുപരി ഗവൺമെൻറ്റിൻ്റെ നയപരമായ ഇടപെടലുകൾ കൂടി ആവശ്യമുണ്ട്. അതിലും നമ്മൾക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശാവഹമാണ്. അതായത് ബൗദ്ധിക സ്വത്തിന് ക്രിയേറ്റ് ചെയ്യാനും അത് പരിപാലിപ്പിക്കപ്പെടാനും അതിനെ പൊതു സമൂഹത്തിന് ഉപയോഗിക്കപ്പെടുന്ന ടെക്നോളജികളാക്കി മാറ്റാനും ഒക്കെയുള്ള പോളിസീസ് ഇന്ന് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും യൂണിവേഴ്സിറ്റികളിലും എല്ലാം വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇനിയത്തെ വെല്ലുവിളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള, ഇനി അത് ചെയ്താൽ മാത്രം മതി, ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും സജ്ജമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. അവിടെയാണ് മിനിസ്റ്റർ വിഷൻ 2031 എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കുള്ളൊരു ആലോചനയല്ലേ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ അടുത്ത സ്റ്റെപ്പ് അത് വളരെ പ്രധാനമല്ലേ, ഇപ്പോൾ ചെയ്തു വെച്ചതിനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? തീർച്ചയായും. നമ്മുടെ ഇപ്പോൾ നേരത്തെ ഒലീന ടീച്ചർ പറഞ്ഞ പോലെ പ്രാപ്യതയുടെയും ലഭ്യതയുടെയും ഒക്കെ കാര്യത്തിൽ നമ്മൾ നേരത്തെ മുന്നിലാണ്. ഗുണമേന്മാ വർധനവിനാണ് നമ്മൾ പരിശ്രമിച്ചിരുന്നത്. അതുപോലെ ഇനി ഊന്നൽ നൽകേണ്ടത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്. ഗവേഷണത്തിൻ്റെ മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്, മികവ് വർദ്ധിപ്പിക്കുന്നത്.
നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ലേഷണൽ റിസർച്ചിനാണ് പ്രാധാന്യം നൽകുന്നത്. അതിൽ നിന്ന് സംരംഭങ്ങളും നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആരോഗ്യത്തിൻ്റെ മേഖലയിലും കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഒക്കെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പാകത്തിലുള്ള സ്പെസിഫിക്കായ പ്രായോഗികമായി അപ്ലിക്കബിൾ ആയിട്ടുള്ള അറിവുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ ഉന്നത വിദ്യാ കേന്ദ്രങ്ങളെ മാറ്റണം. റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് 7 നമ്മുടെ സംസ്ഥാനത്ത് ഈ സർക്കാരിൻ്റെ കാലത്ത് നിലവിൽ വന്നിരിക്കുകയാണ്. അതായത് സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ റീസർച്ച് സപ്പോർട്ട് നെറ്റ്വർക്ക്. അത് റീസർച്ച് സപ്പോർട്ടിനുള്ള നെറ്റ്വർക്കാണ്. അതായത് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻറ്റുകളെക്കുറിച്ചും ഫെലോഷിപ്പുകളെക്കുറിച്ചും അറിയാനും അവരുടെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാനും പേറ്റൻറ്റുകൾ ആർജിക്കാനും അതുപോലെ ഈ ലാബ് ഫെസിലിറ്റീസ് ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അതിലൂടെ ലഭ്യമാകും. അങ്ങനെ 7ഓളം സ്ഥാപനങ്ങൾ ഗവേഷണ മേഖലയിലെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇൻ്റർ ഡിസിപ്ലിനറി കേന്ദ്രങ്ങൾ എന്ന നിലയിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ വേറെയും വന്നിട്ടുണ്ട്. നമ്മുടെ കേരള സർവകലാശാലയിൽ ആരംഭിച്ച താണു പത്മനാഭൻ സ്മാരക സെൻറ്റർ ഒരു ഉദാഹരണമാണ്. അതുപോലെ മഹാത്മാഗാന്ധി സർവകലാശാലയിലും കുസാറ്റിലും എല്ലാം വിഷയാധിഷ്ഠിത സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി, സാമൂഹ്യനീതിയിലെ ഭാവിയെപ്പറ്റി, വിഷനെപ്പറ്റി മന്ത്രിയോട് പങ്കുവെക്കാനുള്ള ആശയം എന്താ? എനിക്ക് പ്രധാനമായിട്ടും ഇപ്പം ചില അറ്റംപ്റ്റുകൾ നടക്കുന്നത്, നമുക്ക് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും വ്യക്തിഗത പരിപാലന പദ്ധതി ഉണ്ടാകണം. അത്തരത്തിലുണ്ടാകുന്ന വ്യക്തിഗത പരിപാലന പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ കൺസോൾട്ടേറ്റ് പഞ്ചായത്തിന് സമഗ്രമായ ഒരു പദ്ധതി ഉണ്ടാവണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ 2016 ഭിന്നശേഷി അവകാശ നിയമത്തിൻ്റെ നടപ്പാക്കലിൽ കേരളം പല കാര്യത്തിലും മുന്നിലാണെങ്കിലും ഈ ബാരിയർ ഫ്രീ ആക്സസിബിലിറ്റി കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ അതിന് ഭിന്നശേഷി വകുപ്പിൻ്റെ പണം മാത്രം കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എൻ്റെ നിർദ്ദേശം എല്ലാ വകുപ്പുകളുടെയും ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ 2.2%, അത് ഭിന്നശേഷി ശതമാനമാണ് ഞാൻ പറഞ്ഞത്, ശതമാനം ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ നടപ്പാക്കാനായി നീക്കി വയ്ക്കണം. സിമിലർ ടു നമ്മുടെ സ്പെഷ്യൽ കമ്പോണൻറ്റ് പ്ലാൻ ഫോർ SC, ട്രൈബൽ സബ് പ്ലാനും പോലെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഈ മേഖലയിലെ ഒരു ചാരിറ്റി കൺസെപ്റ്റ് മാറി ഒരു റൈറ്റ് ബേസ്ഡ് കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഈ നിലയിൽ സഞ്ചരിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് ഭാവിയിൽ അതൊരു ബുദ്ധിമുട്ടേറിയ കാര്യം പോലും ആവില്ല. കേരളത്തിന് ആ നിലയിൽ തന്നെ ചിന്തിക്കാനാകും. കാരണം നമ്മൾ ആ നിലയിലാണ്, അതിന് പറ്റുന്ന നിലയിൽ ഇപ്പോൾ കാര്യങ്ങളെ കാണുന്നു എന്നതുകൊണ്ട് ഭാവിയിൽ നിശ്ചയമായി സംഭവിക്കും. എനിക്ക് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ തോന്നിയൊരു കാര്യം പറയാം. ബിന്ദു മിനിസ്റ്ററുടെ വകുപ്പ് എന്ന് പറയുമ്പം വിദ്യാർത്ഥി മുതൽ വയോജനം വരെയാണ്. അങ്ങനെ വിപുലമായ ഒരു തലത്തിലൂടെ ഒരു സ്പാനുണ്ട്. ആലോചിച്ചിട്ടുള്ളൊരു കാര്യമല്ലേ, വിദ്യാർത്ഥി മുതൽ ഇങ്ങനെ വയോജനം വരെ. അനവധി ജീവിതങ്ങളെ സ്പർശിക്കാനുള്ള അവസരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൈവന്നത്. അതിൽ വയോജനങ്ങളുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ പൊള്ളുന്ന ജീവിതപാതകളിലൂടെ ഞാനും സഞ്ചരിച്ചു എന്നുള്ളതാണ് ഈ 5 വർഷക്കാലത്തെ എൻ്റെ ജീവിതാനുഭവം. സംതൃപ്തമാണ്. അത് നൽകിയിട്ടുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഒരുപാട് പേരെ സഹായിക്കാൻ സാധിച്ചു എന്നുള്ളത്. തീർച്ചയായും വളരെയധികം സങ്കടങ്ങളും നിവൃത്തികേടുകളും അനുഭവിക്കുന്ന മനുഷ്യർ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരാളായിട്ട് കുറച്ചു കാലം കൊണ്ട് മാറാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയധികം കോളുകൾ എനിക്ക് അമ്മമാരുടെ ഭാഗത്തുനിന്നും അതുപോലെ വയോജനങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർ പ്രതീക്ഷയോടുകൂടി കാണുന്നു, നമ്മൾ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ് അവരുടെ ഈ വിളിക്ക് പിന്നിലുള്ളത്. ഏതായാലും ഇതൊക്കെ ഇപ്പോൾ മന്ത്രി പറഞ്ഞ വാക്കുകൾ, ഇവരൊക്കെ പങ്കുവെച്ച അവരുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും, കേരളത്തിന് വന്ന മാറ്റം, ഏറ്റെടുത്ത പദ്ധതികൾ, അതിൻ്റെ വിജയകരമായ പൂർത്തീകരണം, അതും അഴിമതിരഹിതമായി എന്ന് തന്നെ പറയാവുന്ന ഒരനുഭവം പങ്കുവെക്കുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം പബ്ലിക് ഓഡിറ്റിന് വിധേയമായി പ്രേക്ഷകർക്ക് മുമ്പാകെ തന്നെ വെക്കുകയാണ്. കാരണം അത് വിലയിരുത്തുന്ന ഒരു കാലത്തിലൂടെ കേരളം സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേട്ടതൊക്കെയും വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്, വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. അവയെല്ലാം ഒരിക്കൽ കൂടി പബ്ലിക് ഓഡിറ്റിനായി ജനങ്ങൾക്ക് മുമ്പാകെ തന്നെ വെക്കുകയാണ്. നന്ദി.